ലോക ഏകത്വ ദിനത്തിൻ്റെ മുന്നോടിയായി നിങ്ങൾ ചെയ്യേണ്ട ധ്യാനത്തിനെക്കുറിച്ച് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ. ലോക ഏകത്വ ദിനം മാർച്ച് 7 വൈകുന്നേരം 6 മണി മുതൽ 7:15 വരെയാണ്. ലോക ഏകത്വ ദിനത്തിനായി ലോകമെമ്പാടുമുള്ള ആയിരക്കണക്കിന് ആളുകൾ ഇന്നേ ദിവസം ധ്യാനിക്കുന്നുണ്ടെന്ന് ഓർക്കുക. ഈ ധ്യാനം ലോക ഏകത്വത്തിന് വേണ്ടി ചെയ്യുന്ന ഒരാത്മീയ പരിശീലനമാണ്. ധ്യാനം നിങ്ങളെ ശുദ്ധീകരിക്കുകയും നിങ്ങളുടെ ഉള്ളിലെ കുണ്ടലിനി ഊർജത്തെ ഉണർത്തുകയും ചെയ്യുന്നു. പുരാതന ഇന്ത്യൻ ആത്മീയ പാരമ്പര്യത്തിൽ കുണ്ടലിനി ഊർജത്തെ നിങ്ങളുടെ അടിസ്ഥാന ചക്രമായ മൂലാധാരത്തിൽ നിന്ന് സഹസ്രാര ചക്രത്തിൽ എത്തിച്ചേരുന്ന ആത്മീയ ജ്വാലയെ കാണുന്നു. ഈ ഉണർവ് ഒരാൾക്ക് സംഭവിക്കുമ്പോൾ ബോധത്തിലെ നിരവധി നിഷേധാത്മക പ്രവണതകൾ ഇല്ലാതാകുന്നു. ഈ അനുഭവം ഒരു ആത്മീയ അന്വേഷകർക്ക് ഉണ്ടാകുമ്പോൾ അവരുടെ ബോധത്തിൽ വളരെ വലിയ തോതിലുള്ള ശുദ്ധീകരണം സംഭവിക്കുന്നു. നിങ്ങളിൽ ഈ ശുദ്ധീകരണമുണ്ടാകുമ്പോൾ നിങ്ങളുടെ ബോധം വളരെ ശക്തമാകുന്നതാണ്. നിങ്ങൾ ഈശ്വരൻ്റെ ഹൃദയത്തിൽ ഉള്ളതുപോലെ നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എടുക്കുന്നതെന്തും ഒരു യാഥാർത്ഥ്യമാണ്. നിങ്ങൾ ഈ ഗ്രഹത്തിന് ഒരനുഗ്രഹമായിരിക്കും. നിങ്ങൾ പോകുന്നിടത്തെല്ലാം അനുഗ്രഹങ്ങൾ ഒഴുകുന്നു. നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകൾ, നിങ്ങളുടെ ചുറ്റുമുള്ള എല്ലാ ജീവജാലങ്ങളും സമാധാനത്തിലും സമൃദ്ധിയിലും ജീവിക്കുന്നു. ശ്രീ പ്രീതാജിയും ഞാനും നിങ്ങളെ എല്ലാവരെയും മനുഷ്യരാശിക്ക് അനുഗ്രഹമാക്കുക എന്ന ലക്ഷ്യത്തോടെ ലോക ഏകത്വത്തിനായി ധ്യാനം ചെയ്യുവാൻ ക്ഷണിക്കുന്നു. നിങ്ങളുടെ ബോധം ശക്തമായ ഏകത്വ മന്ത്രത്താൽ ശുദ്ധീകരിക്കപ്പെടുമ്പോൾ ഉറങ്ങിക്കിടക്കുന്ന കുണ്ടലിനിയെ ഉണർത്താൻ അതിന് ശക്തിയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ബോധത്തിലെ മാലിന്യങ്ങൾ ദഹിപ്പിക്കപ്പെടും. മനുഷ്യരാശിക്ക് വേണ്ടിയുള്ള നിങ്ങളുടെ പ്രാർത്ഥനകൾ വളരെ ശക്തമാകും. നിങ്ങളൊരു ദീക്ഷാദാതാവാണെങ്കിൽ നിങ്ങളുടെ ദീക്ഷ സ്വീകരിക്കുന്നവരുടെ ഹൃദയങ്ങളിൽ വലിയൊരു ഉണർവ് കൊണ്ടുവരും. അത് അവരിൽ ദൈവത്തെ ഉണർത്തുകയും എല്ലാ മനുഷ്യവർഗത്തോടുമുള്ള അനുകമ്പയെ ഉണർത്തുകയും ചെയ്യുന്നു. ധ്യാനത്തിലൂടെ തൻ്റെ ജോലിയെയും രോഗികളെയും സ്വാധീനിച്ച ഒരു ന്യൂറോളജിസ്റ്റിനെ കുറിച്ച് ഞാൻ നിങ്ങളുമായി പങ്കിടട്ടെ. ലോക ഏകത്വത്തിനായുള്ള ധ്യാനം ആരംഭിച്ചതു മുതൽ അദ്ദേഹം തൻ്റെ മുഴുവൻ വകുപ്പിലും ഐക്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും വലിയ ഉറവിടമായി മാറി. രോഗികളെ ചികിത്സിക്കുന്നതിനും അവരെ പരിചരിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം തങ്ങളുടെ മനസ്സിൽ വ്യക്തതയും സമാധാനവും കൊണ്ടുവരുന്നതിനാൽ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകർ അവർ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ നടക്കുമ്പോൾ അവരുടെ രോഗികൾ വളരെ സന്തുഷ്ടരാണ്. അവരുടെ ആരോഗ്യം ഗണ്യമായി മെച്ചപ്പെടുകയും അവരുടെ ശരീരം ചികിത്സയോട് വേഗത്തിൽ പ്രതികരിക്കുകയും ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൻ്റെ ശക്തി അങ്ങനെയാണ്. ഈ ധ്യാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വശം നിങ്ങൾ ഓരോരുത്തരും ലോക ഏകത്വം സംഭവിക്കുന്നതിനായി നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഫലം വാഗ്ദാനം ചെയ്യുന്നു എന്നതാണ്. തീവ്രമായ ആധ്യാത്മികാഭ്യാസങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ അപാരമായ പുണ്യം ലഭിക്കുമെന്ന അഗാധമായ ജ്ഞാനം നമ്മുടെ പ്രാചീന ഋഷിമാർക്കുണ്ടായിരുന്നു. ഈ ഗുണങ്ങൾ പോസിറ്റീവ് എനർജികളും അനുഗ്രഹങ്ങളും പോലെയാണ്. അത് നിങ്ങൾക്ക് മറ്റൊരാൾക്ക് കൈമാറാനോ ലോകത്തിലെ മഹത്തായ ലക്ഷ്യത്തിലേക്ക് മാറ്റാനോ കഴിയും. അങ്ങനെയാണ് ഋഷിമാർ മഹാത്ഭുതങ്ങൾ ചെയ്യുകയോ ആളുകളെ സുഖപ്പെടുത്തുകയോ പ്രകൃതി ദുരന്തം സംഭവിക്കാതെ തടയുകയും നിരപരാധികളുടെ ജീവൻ സംരക്ഷിക്കുകയും ചെയ്യുന്നത്. ഇന്ന് നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് നിങ്ങൾക്ക് കഴിവുള്ള ധ്യാനമാണ് ചെയ്യുന്നത്. എന്നാൽ നിങ്ങളത് മനുഷ്യത്വത്തോടുള്ള സ്നേഹത്തോടെയും അനുകമ്പയോടെയും ചെയ്യുമ്പോൾ നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ മനുഷ്യരാശിയുടെ മേൽ പതിക്കുകയും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നാശവും രോഗങ്ങളും ദാരിദ്ര്യവും വിപത്തുമുണ്ടാക്കുകയും ചെയ്യുന്ന
നിഷേധാത്മക ശക്തികളെ ഇല്ലാതാക്കും. നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഗുണങ്ങൾ വേദനയെ ശമിപ്പിക്കുകയും മനുഷ്യബോധത്തെ നശിപ്പിക്കുന്ന അക്രമത്തെ ഇല്ലാതാക്കുകയും ചെയ്യും. മനുഷ്യരാശി സമാധാനത്തിലും ഐക്യത്തിലും ജീവിക്കും. മാർച്ച് 7 വരെ എല്ലാ ദിവസവും 108 തവണ ഏകം മന്ത്രം ജപിച്ച് മനുഷ്യരാശിയുടെ ഏകത്വത്തിലേക്ക് മാറുന്നതിനുള്ള ഒരു സങ്കല്പം നടത്തുക എന്നതാണ് നിങ്ങളുടെ ധ്യാനം. ഏകത്വത്തിലേക്കുള്ള മാനവികതയുടെ അവബോധത്തിൻ്റെ മാറ്റത്തിനായി മാർച്ച് 7 നിങ്ങളുടെ ധ്യാനത്തിൻ്റെ ഫലം നിങ്ങൾ വാഗ്ദാനം ചെയ്യും. അതിനാൽ നിങ്ങളുടെ ധ്യാനം ആരംഭിക്കാൻ നിങ്ങൾ തയ്യാറാണോ? നിങ്ങളുടെ ശരീരത്തിൻ്റെ അടിഭാഗത്ത് പെരിനിയത്തിൽ സ്ഥിതി ചെയ്യുന്ന 4 ഇതളുകളുള്ള ചുവന്ന താമരയായ മൂലാധാര ചക്രത്തെ കേന്ദ്രീകരിച്ചുള്ള ധ്യാനത്തോടെ നിങ്ങൾ ആരംഭിക്കും. ഈ ചുവന്ന ചക്രത്തിൻ്റെ കാമ്പിൽ കുണ്ടലിനി ശക്തി ഒരു സർപ്പത്തെപ്പോലെ ലിംഗത്തിനു ചുറ്റും 3.5 തവണ ചുരുണ്ടിരിക്കുന്നു. ലോക ഏകത്വ ദിനത്തിനായുള്ള തയ്യാറെടുപ്പിനായി മൂലാധാരയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ബീജമന്ത്രം ഉപയോഗിച്ച് ധ്യാനിക്കും. അതിനുശേഷം നിങ്ങൾ ദീക്ഷയിലേക്കും ഏകം ജപത്തിലേക്കും നീങ്ങും. ദയവായി നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ മൂലാധാര ചക്രത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. എന്നോടൊപ്പം മന്ത്രം ചൊല്ലുക. സൗമ്യമായി കണ്ണുകൾ തുറക്കുക. ഇനി ദീക്ഷ സ്വീകരിച്ച് ഏകം മന്ത്രം തുടങ്ങുക. ഹംസസോഹമേകം 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 ഹംസസോഹമേകം
Hamsasohamekam. 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 Hamsasohamekam.
हमसे सोहमेकम हमसे सोहमेकम हमसे सोहमेकम